ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു എഗ്ഗ് വെച്ചിട്ടുള്ള ഒരു ഗ്രേവിയാണ്. അതായത് നമ്മുടെ ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും അപ്പത്തിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു റെസിപ്പി ആയിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇതുണ്ടാക്കുന്നതിന് വേണ്ടി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഗ്രാമ്പുവും ഏലക്കായും കറുവപ്പട്ടയും കൂടെ മൂപ്പിച്ചെടുത്തിട്ട് അതിലേക്ക് ഉള്ളിയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റുക. നന്നായി വഴണ്ടി വരുമ്പോൾ മാത്രമാണ് നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നത്. അപ്പോൾ മാത്രം അത് ചേർത്താൽ മതിയാകും. അപ്പോൾ അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഒരു ജാറിലേക്ക് ഒരു വലിയ തക്കാളിയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാഷ്യൂനട്ടും മഞ്ഞൾപ്പൊടി, എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പെരുംജീരകം അതായത് വലിയ ജീരകം കൂടെ ചേർത്ത് മിക്സിയിൽ നല്ല ഫൈനായിട്ട് അടിച്ചെടുക്കുക. ഈ അടിച്ചെടുത്ത മിക്സ് നമ്മൾ ആ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആ പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് അതിനെ വഴറ്റിയെടുക്കുക. നല്ല ഒരു ബ്രൗൺ കളറാകുന്ന സമയം വരെ ഇതൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നല്ല ചൂട് വെള്ളമാണ് ഇതിലേക്ക് ഒഴിക്കേണ്ടത്. കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഈ സമയത്ത് നമുക്ക് എരിവിനാവശ്യത്തിനായുള്ള ഒരു 2 പച്ചമുളകും കൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുക. ഇതൊന്ന് ജസ്റ്റ് കുറുകി വരുന്ന സമയത്ത് തന്നെ പുഴുങ്ങിയ മുട്ട ഒന്ന് വരഞ്ഞ് വെച്ച് അതിലേക്ക് ചേർക്കാവുന്നതാണ്. ഇത് മുട്ട നല്ല ഗ്രേവി ആയതുകൊണ്ട് തന്നെ അധികം ലൂസ് ആവാണ്ട് കുറച്ച് നല്ല തിക്കായിട്ട് തന്നെ ഇത് ഉണ്ടാവണം. അങ്ങനെയാണ് അതിൻ്റെ കുറച്ച് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റ് ടൈമിൽ നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. അത് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നല്ല ചൂട് ചപ്പാത്തിൻ്റെ കൂടെയോ അപ്പത്തിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുതേ.